ഹലോ, റോണിയോ ഉണ്ടല്ലോ. വിളിക്കുക. ആരാ? ആ, ഞാൻ പറഞ്ഞേക്കാം. ഈ നമ്പറിലോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. ആ, ആരടാരി വിളിച്ചത്? ഒരു പെണ്ണ, ജാനറ്റ് എന്നാ പേര് പറഞ്ഞു. നിന്നോടൊന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്താടാ, ആരാ ഈ പെണ്ണ്? നീയും അവളും തമ്മിലുള്ള ബന്ധം എന്താ? ഒന്നുമില്ല റോണി. അല്ലേ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. നീ ഇനി ഓരോന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ എന്താ കരുതിയത് ഞാൻ അനാഥാലയം നടത്തുകയാണെന്നോ? ആ, അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കേ വെച്ച് വിളമ്പാനും കേറിക്കിടക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടെ ചില റൂൾസും ലോസും ഒക്കെ ഉണ്ട്. വെറുതെ അല്ല എലിസബത്ത് ബിസിനസ് നടത്തുന്നത്. വർഷം കുറച്ചായത് തുടങ്ങിയിട്ട്. എന്തെന്തോ അച്ചായനെ അങ്ങ് അമേരിക്ക കിടന്ന് വേർപ്പൊഴുക്കുന്നതേ ഇവിടെ വഴിയെ പോകുന്നവർക്ക് വാരി കൊടുക്കാനല്ല. അറിയാച്ച, ഈ പറയുന്നതൊക്കെ അങ്ങ് പരിമല പള്ളി ചെന്നങ്ങ് പറഞ്ഞാ മതി. ഇതേ സ്ഥലം വേറെയാ. ഇവിടെ ഞാൻ പറയുന്നതാ നിയമം. എന്റെ താല്പര്യം അനുസരിച്ച് എന്തും നടക്കൂ. ഇനി ഈ കാര്യം പറഞ്ഞ് ഈ ഫോണിൽ വിളിച്ചേക്കല്ലേ, കേട്ടല്ലോ? മര്യാദയാണെങ്കിൽ എലിസബത്ത് നല്ലവളാ. അതെല്ലാം ഉടക്കാനാ നോക്കുന്നതെങ്കിൽ ഞാൻ മഹാബെടക്കാം. അത് മറക്കണ്ട. വെച്ചേച്ച് പോയി. ആര്? എന്തു വേണം? ഞാൻ ജാനറ്റ്. ഞാൻ വിളിച്ചിരുന്നു. ഇവിടെ റൂം ഒഴിവുണ്ടെന്ന് പറഞ്ഞു. റൂം ഒഴിവുണ്ടെന്നുള്ളത് ശരിയാ. പക്ഷേ ഇത് ലോഡ്ജ് പോലെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമല്ല. 1-2 പേർക്കുള്ള അക്കോമഡേഷൻ, ഫുഡും തരും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ചില രീതിയും നിയമമൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിക്കാനും അംഗീകരിക്കാനും തയ്യാറുള്ളവർക്കേ ഇവിടെ വേക്കൻസി ഉള്ളൂ. എനിക്ക് സമ്മതം. മാഡം പറയുന്ന നിബന്ധനകളൊക്കെ ഞാൻ അനുസരിച്ചോളാം. ശരി, മുകളിലത്തെ നിലയിലാ റൂം. ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് വാ. ബാക്കിയൊക്കെ പിന്നെ പറയാം. ആ റോണി, ഞാനിവിടെ എത്തി. ഞാൻ വിളിച്ചിരുന്നു. ഇപ്പോഴോ? ആ ശരി, ഞാൻ വരാം. ഇവിടെ എന്തിനു വന്നെന്നാ പറഞ്ഞേ? അത് ഒരു ജോലി കിട്ടി. ഓ, ഏത് കമ്പനിയിലാ? അതൊരു പ്രൈവറ്റ് കമ്പനിയിലാ. ഓ, എവിടെയാ? പോയോ? ഇതേതാണ്ട് കുഴപ്പം പിടിച്ച കേസാണെന്നാ തോന്നുന്നേ.